പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ അൽമഫാസ് ദി ആൻസർ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കുറ്റിപ്പുറം, കരുനാഗപ്പള്ളി, കൊച്ചി ഇടപ്പള്ളി, മലപ്പുറം ഇടപ്പാൾ. റഹ്മത്ത് ചൊരിയുമീ ദിവ്യദിനങ്ങളിൽ റബ്ബിന്റെ കാരുണ്യം ചൊരിയണമേ. റഹ്മത്ത് ചൊരിയുമീ ദിവ്യദിനങ്ങളിൽ റബ്ബിന്റെ കാരുണ്യം ചൊരിയണമേ. റബ്ബിന്റെ കാരുണ്യം ചൊരിയണമേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ ജീവൻ TV പ്രേക്ഷകർക്കും അൽ മഫാസിലേക്ക് ഹാർദമായ സ്വാഗതം. അൽഹംദുലില്ലാഹില്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖാ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത് ഫർജിഇൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വഅലാ ആലിഹി വസ്വഹാബിഹി വസല്ലിം തസ്ലീമൻ കസീറൻ കസീറാ. ഏറെ ബഹുമാനവും സ്നേഹവുമുള്ള എൻ്റെ പ്രിയപ്പെട്ട ജീവൻ TV പ്രേക്ഷകരെ, നമ്മുടെ ഈ ചാനലിൽ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്ന അനുഗ്രഹീതമായൊരു പ്രോഗ്രാമായിരുന്നു അൽ മഫാസ്. കൊറോണ പ്രതിസന്ധി എല്ലാവരെയും ബാധിച്ചതുപോലെ പ്രസ്തുത കാലഘട്ടത്തിൽ നമ്മുടെ പ്രോഗ്രാമും നിലച്ചു പോവുകയുണ്ടായി. സർവശക്തനായ തമ്പുരാൻ്റെ അനുഗ്രഹത്താൽ കരുനാഗപ്പള്ളി പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ അവരുടെ സ്പോൺസർഷിപ്പിലൂടെ നാം വീണ്ടും അൽ മഫാസ് പുനരാരംഭിക്കുകയാണ്. അള്ളാഹുവാണ് ഇതിലേക്ക് വഴികാട്ടിയത്. അള്ളാഹുവിനാണ് സർവസ്തുതിയും. അള്ളാഹു പ്രകൃതി ഹോസ്പിറ്റലിനെ, അതിൻ്റെ പ്രവർത്തകരെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ്റെ ചരിത്രത്തിൽ അധികം അനാവരണം ചെയ്യപ്പെട്ടിട്ടില്ലാത്ത സംഭവങ്ങളാണ് ആദ്യമായി നമ്മൾ പ്രോഗ്രാമിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിതാവ് അബ്ദുള്ളയുടെ ചരിത്രം വളരെ കൗതുകകരവും രസകരവും അത്ഭുതകരവുമാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ പ്രവാചകൻ്റെ ആ സൃഷ്ടിപ്പിന് കാരണക്കാരനാകുക എന്നുള്ള ഒറ്റ ദൗത്യം മാത്രമാണ് പ്രപഞ്ചനാഥൻ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചതെന്ന് നമുക്ക് കാണുവാൻ സാധ്യമാകും. അദ്ദേഹത്തിൻ്റെ ചരിത്രം പഠിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള പിതാമഹൻ്റെ ചരിത്രം കൂടി സൂചിപ്പിക്കേണ്ടി വരും. അബ്ദുള്ളയുടെ പിതാവ് അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിന് മക്കളുണ്ടായിരുന്നില്ല, സന്താനങ്ങളില്ലായിരുന്നു വിവാഹശേഷം. അന്നത്തെ അറേബ്യയുടെ പതിവനുസരിച്ച് സന്താനങ്ങളില്ലാതിരുന്നാൽ അതൊരു വലിയ അപമാനമാണ്. മക്കയുടെ ഭരണാധികാരിയായ തനിക്ക് സന്താനങ്ങളില്ല എന്നുള്ളത് അദ്ദേഹത്തെ വല്ലാതെ വിഷമിപ്പിച്ചു. അദ്ദേഹം ഒരിക്കൽ വിശുദ്ധ കഅബാലയത്തിൻ്റെ മുന്നിൽ വെച്ചൊരു പ്രഖ്യാപനം നടത്തി. അല്ലാഹുവേ, എനിക്ക് നീ 10 പുത്രന്മാരെ തന്നാൽ അതിലൊരു പുത്രനെ ഈ കഅബയുടെ മുന്നിൽ വെച്ച് നിനക്ക് വേണ്ടി ഞാൻ ബലി നൽകാം. സന്താന സൗഭാഗ്യമില്ലാതിരുന്ന ഒരു പിതാവിൻ്റെ മനസ്സിൻ്റെ വേദന എത്ര വലുതാണെന്ന് മനസ്സിലാക്കണം. അതിൽ നിന്നുണ്ടായ ഒരു പ്രതിജ്ഞയാണത്. എനിക്ക് 10 പുത്രന്മാരെ തന്നാൽ അതിലൊരാളെ ഞാൻ നിനക്ക് ബലി നൽകാം. അൽഹംദുലില്ലാ, പിന്നീട് നടന്ന അത്ഭുതമാണ്. അബ്ദുൽ മുത്തലിബിന് മക്കളില്ലാതിരുന്ന അബ്ദുൽ മുത്തലിബിന് 19 സന്താനങ്ങൾ ജനിച്ചു. 13 ആൺകുട്ടികളും 6 പെൺകുട്ടികളും.
അതിൽ 10ാമത്തെ പുത്രനാണ് പ്രവാചക പിതാവായ അബ്ദുള്ള. അബ്ദുള്ള വളർന്നു വന്നു, 18 വയസ്സ് പ്രായം. അപ്പോഴേക്കും അബ്ദുൽ മുത്തലിബിന് ഒരു സ്വപ്ന ദർശനമുണ്ടായി. ഔഫി നെതറക്കയ അബ്ദുൽ മുത്തലിബ്, ഓ അബ്ദുൽ മുത്തലിബ്, നേർച്ച പൂർത്തിയാക്കുക. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു കിടന്നപ്പോൾ അബ്ദുൽ മുത്തലിബിന് നേർച്ചയൊക്കെ മറന്നുപോയിരുന്നു. നമ്മളും അങ്ങനെയൊക്കെ നേർച്ച മറക്കാറില്ലേ? എത്രയോ നേർച്ചകൾ നമ്മുടെ മാതാപിതാക്കളൊക്കെ ഓരോ അവസരത്തിൽ നേരും, പിന്നെ മറന്നുപോകും. ചെറുപ്പത്തിൽ ഈ വിനീതൻ്റെ വീട്ടിൽ ഈ പച്ചക്കുതിര എന്ന് പറയുന്നൊരു പ്രാണിയുണ്ടല്ലോ, അന്ന് വിളക്കിൻ വെട്ടത്തൊക്കെ വന്നിരിക്കും. അന്ന് കരണ്ടൊന്നും ഇല്ലാത്ത കാലമാണ്, ഇപ്പോഴും ഉണ്ട്. അന്ന് എൻ്റെ ഉമ്മ പറയുമായിരുന്നു, മക്കളെ എന്തോ നേർച്ചക്കട ഉണ്ട്, അതുകൊണ്ടാണ് ഈ പ്രാണി വരുന്നതെന്ന് പറയുമായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നേർച്ച ചെയ്തിട്ട് പാലിക്കാത്ത കടങ്ങളുണ്ടാകും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ കൊള്ളണം. നേർച്ച കർശനമാണ്. നേർച്ചയിൽ ഒരു വിട്ടുവീഴ്ചയും ഇസ്ലാമിലില്ല. നടത്താൻ കഴിയാത്ത നേർച്ചയാണെങ്കിൽ പരിഹാരം പണ്ഡിതരോട് ചോദിച്ച് തേടിക്കൊള്ളണം. ഈ അടുത്ത ദിവസം എനിക്കൊരു വലിയ അനുഭവം ഉണ്ടായി. ഒരു മാതാവിനെ സമീപിച്ചു. അവർക്കൊരു ആൺകുട്ടി പിറന്നാൽ ആ കുട്ടിയുടെ തലപ്പൊക്കം പത്തിരി നേർച്ച കൊടുക്കാം, ഭക്ഷണം പാവങ്ങൾക്ക് കൊടുക്കാമെന്നാണ് നേർച്ച നടന്നത്. അള്ളാഹു ആൺകുട്ടിയെ കൊടുത്തു. ആ കുട്ടി വളർന്നു വലുതായി. ഇവരാ നേർച്ചയുടെ കാര്യം മറന്നും പോയി. ഈ അടുത്ത കാലത്താണ് ഓർമ്മ വരുന്നത്, പയ്യൻ വളർന്ന് വലിയ മോനായി, 6 അടി ചില്ലുവാനും പൊക്കമായി. ഇനി അത്രയും പൊക്കത്തിൽ പത്തിരി കൊടുക്കാൻ പറ്റുമോ? ആ നേർച്ച വീടണ ഉസ്താദേ എന്ന് ചോദിക്കുകയുണ്ടായി. നമുക്കൊക്കെ ഇങ്ങനെ ഒരുപാട് നേർച്ചക്കടങ്ങളുണ്ടാകും. പണ്ഡിതരോട് ചോദിച്ചതിന് പരിഹാരം തേടിക്കൊള്ളണം. അബ്ദുൽ മുത്തലിബ് നേർച്ച മറന്നു. ഒരു സ്വപ്ന ദർശനം. മുത്തലിബ് നേർച്ച പൂർത്തിയാക്കുക. അദ്ദേഹത്തിന് പഴയ ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പിറ്റേന്ന് രാവിലെ സ്വപ്നം കണ്ട സ്ഥിതിക്ക് ഒരു ആടിനെ അറുത്ത് ബലി നൽകി. പാവങ്ങൾക്ക് അത് വിതരണം ചെയ്തു. 2ാം രാത്രി വീണ്ടും നേർച്ച കണ്ടു. വീണ്ടും സ്വപ്നം കണ്ടു. ഔഫി നെതറക്ക അക്ബറ മിൻഹ, ആട് പോരാ, അതിനേക്കാൾ വലുതിനെ നേർച്ച കൊടുക്കണം, ബലി കൊടുക്കണം. അദ്ദേഹം 2ാമതായി കൊടുത്ത ഒരു കാളയായിരുന്നു. 3ാം രാത്രി വീണ്ടും സ്വപ്നം കണ്ടു, പോരാ, ഇതിനേക്കാൾ വലുത് നേർച്ച വീട്ടണം. അദ്ദേഹം ഒരു ഒട്ടകത്തെ അറുത്ത് ബലി നൽകി. ഒട്ടകം എന്ന് പറയുമ്പോൾ 100 പേർക്ക് സുഭിക്ഷമായി ഭക്ഷിക്കാം അതിൻ്റെ ഒരൊട്ടകത്തിൻ്റെ ഇറച്ചി. അതിനേക്കാൾ വലിയൊരു നേർച്ചയില്ല, ബലിയില്ല. അദ്ദേഹം ഒരു ഒട്ടകത്തെ അറുത്ത് ബലി നൽകി. 4ാം ദിവസം വീണ്ടും അതേ സ്വപ്നം കണ്ടു, അതിനേക്കാൾ വലുത് കൊടുക്കണം. സ്വപ്നത്തിൽ അബ്ദുൽ മുത്തലിബ് ചോദിച്ചു, ഞാൻ ഇതിനേക്കാൾ വലിയ എന്ത് ബലിയാണ് കൊടുക്കാനുള്ളത്? എന്നെ കൊണ്ട് കഴിയുന്ന ഏറ്റവും വലിയ ബലി ഞാൻ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ സ്വപ്നത്തിൽ വന്ന വ്യക്തി അദ്ദേഹത്തോട് പറഞ്ഞു, മറന്നുപോയോ? അള്ളാഹു 10 പുത്രന്മാരെ തന്നാൽ ഒരു പുത്രനെ നാഥന് വേണ്ടി ബലി കൊടുക്കാമെന്ന് നേർച്ച നേർന്ന് മറന്നുപോയോ എന്ന് ചോദിക്കുകയുണ്ടായി. സ്വപ്നം കണ്ട അബ്ദുൽ മുത്തലിബ് ഞെട്ടി എണീറ്റു. തൻ്റെ പഴയ പ്രതിജ്ഞ ഓർമ്മ വന്നു. അള്ളാഹു 10 പകരം 13 ആൺകുട്ടികളെയും 6 പെൺകുട്ടികളെയും തനിക്ക് തന്നിരിക്കുകയാണ്. എന്ത് ചെയ്യണം? അദ്ദേഹം വല്ലാതെ വിവശനായി, പരിഭ്രാന്തനായി. ഇൻഷാ അല്ലാഹ് ബലിയുടെ സംഭവങ്ങളൊക്കെ നമുക്ക് അടുത്ത ആഴ്ച വിശദീകരിക്കാം. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കുറ്റിപ്പുറം, കരുനാഗപ്പള്ളി, ഇടപ്പള്ളി ആൻഡ് ഇടപ്പാൾ. ചീഫ് ഫിസിഷ്യനും മർമ്മ കൈറോ വിദഗ്ധനുമായ ഡോക്ടർ ഷഫി താഷ്ഖൻഡ് BAMSന്റെ നേതൃത്വത്തിൽ ഡയബറ്റിക്, മർമ്മ ആൻഡ് പഞ്ചകർമ്മ ക്ലിനിക്. ഇവിടെ അസ്ഥി മർമ്മക്ഷതങ്ങൾ, പ്രമേഹം, അനുബന്ധ രോഗങ്ങൾ, സോറിയാസിസ്, കരൾ രോഗങ്ങൾ, അർബുദം, ആസ്മ, അലർജി, ലഹരി ഉപയോഗം, വന്ധ്യത തുടങ്ങിയ രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സ. മുൻകൂട്ടി ബുക്കിംഗിന് 9895023551. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി, കൊച്ചി ശാഖകളിൽ ആയുർ ഓർത്തോ സർജൻ ഡോക്ടർ സച്ചിൻ എസ് താഷ്കന്റ് BAMS MSന്റെ നേതൃത്വത്തിൽ ഇനോറെക്ടൽ, ഓർത്തോ ആൻഡ് സ്പോർട്സ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ അസ്ഥി, നട്ടെല്ല് രോഗങ്ങൾ, ഡിസ്ക് തള്ളൽ, ഫ്രാക്ചർ ആൻഡ് ഡിസ്ലൊക്കേഷൻ, കായിക താരങ്ങളുടെ ലിഗമെന്റുകൾക്കും മസിലുകൾക്കും ഉണ്ടാകുന്ന ക്ഷതങ്ങൾ, ടീറുകൾ, വെരിക്കോസ് വെയിൻ, പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ, ഡയബറ്റിക്, അൾസർ തുടങ്ങിയ രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സ. മുൻകൂട്ടി ബുക്കിംഗിന് 9895023551. അസ്സലാമു അലൈക്കും. കേരളത്തിലെ പ്രമുഖ ആയുർവേദ ഹോസ്പിറ്റലായ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ കരുനാഗപ്പള്ളി അവതരിപ്പിക്കുന്ന അൽമഫാസ് പ്രോഗ്രാമിലെ ചോദ്യോത്തരവേളയിലേക്ക് എല്ലാ ദീനീ സ്നേഹികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു.
പെരുന്നാൾ നമസ്കാരത്തിന് മുൻപ് ഫിത്ർ സക്കാത്ത് കൊടുത്തു വീട്ടാൻ പറ്റിയില്ല എങ്കിൽ അത് കളാ വീട്ടി പിന്നീട് കൊടുക്കാമോ? ചോദിച്ചിരിക്കുന്നത് ഹനീഫാണ്, കൊടുവള്ളിയിൽ നിന്നും. ഇത്തരം സംശയങ്ങൾ വരുന്നതിൻ്റെ ഒരു കാരണം മുസ്ലിമീങ്ങളിൽ ഒരുപാട് പേർ ധരിച്ചു വച്ചിരിക്കുന്നത് പെരുന്നാൾ പിറ, ഷവ്വാലിൻ്റെ പിറ കണ്ടാൽ മാത്രമേ ഫിത്ർ സക്കാത്ത് കൊടുക്കാവൂ എന്നൊരു ധാരണയിൽ നിന്നാണ്. യാഥാർത്ഥ്യം അങ്ങനെയല്ല. ഷാഫി മദ്ഹബിൽ റമളാൻ ആരംഭിക്കുമ്പോൾ തന്നെ ഫിത്ർ സക്കാത്ത് കൊടുത്തു വീടാവുന്നതാണ്. നേരത്തെ കൊടുത്തു വീടിയാൽ പ്രശ്നമൊന്നുമില്ല, ബാധ്യതയിൽ നിന്നൊഴിവായി. അന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പെരുന്നാൾ ദിനം പട്ടിണി കിടക്കുന്ന ഒരു വീട് നിങ്ങളുടെ പരിസരത്തുണ്ടാവരുത്. ഈ ഒരു കൺസെപ്റ്റിലാണ് നോമ്പ് പിടിച്ച ഓരോ വ്യക്തിക്കും വേണ്ടി 2.5 കിലോ നാട്ടിലെ പ്രധാനപ്പെട്ട ധാന്യം എല്ലാവരും ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത്. പെരുന്നാൾ ദിനം സുഭിക്ഷമായിരിക്കണം, നാട്ടിൽ ഒരു വീട്ടിലും അടുപ്പ് പുകയാതിരിക്കരുത്. എത്ര മനോഹരമായ കാഴ്ചപ്പാട്! ഇത് റമളാൻ ആരംഭത്തിലേ കൊടുക്കാം. ധാരാളം ആളുകൾ ഇതറിയാതെ പിറ പ്രഖ്യാപിച്ചെങ്കിലേ കൊടുക്കാവൂ എന്ന് പറഞ്ഞ് പിറ പ്രഖ്യാപിച്ചതിന് ശേഷം കൊടുക്കാനോടും പലപ്പോഴും കഴിയാറില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അദ്ദാഹ ഖബല സ്വലാത്തി ഫഹിയ സകാത്തുൽ ഫിത്തർ ഒമൻ അദ്ദാഹ ബാദഹ ഫഹിയ സദഖത്തു മിൻ സദഖാത്ത്. പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് വരെ കൊടുത്തു വീട്ടിയാൽ അത് ഫിത്ർ സക്കാത്തായി. പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞു കൊടുത്താൽ അത് ഫിത്ർ സക്കാത്തല്ല, വെറും സദഖയാണ് എന്ന് അള്ളാഹുവിൻ്റെ ദൂതർ. പിന്നെ ഹനീഫിൻ്റെ ചോദ്യം ഇതാണ്, ഖളാ വീട്ടാമോ? വീട്ടാം, അതാണല്ലോ പരിഹാരം. ഫിത്ർ സക്കാത്ത് നമ്മൾ ആർക്കെല്ലാം കൊടുക്കുന്നോ അതിൻ്റെ അവകാശികൾക്ക് അതേ നിയ്യത്തിൽ കൊടുത്താൽ അൽഹംദുലില്ലാഹ് ഖളാ വീട്ടുന്നതാണ്, ആ ബാധ്യതയിൽ നിന്ന് ഒഴിവാകുന്നതാണ്. ഉസ്താദ് അറിയിച്ചു തന്ന ദുആ ഗർഭാരംഭം മുതൽ പ്രസവം വരെ ഞാൻ കൃത്യമായി ഓതി വന്നു. അത്ഭുതകരമെന്ന് പറയട്ടെ, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന എനിക്ക് സുഖപ്രസവം നടന്നു. കുഞ്ഞു സുഖമായിരിക്കുന്നു. ഉസ്താദിന് അള്ളാഹു ഇഹപര ലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലെറ്റർ അയച്ചിരിക്കുന്നത് ഷെഹിനയാണ്, വലിയ കുന്ന്, വളാഞ്ചേരിയിൽ നിന്നും. അൽഹംദുലില്ലാഹ്, സുഖപ്രസവത്തിനുള്ള ദുആക്കൾ നമ്മൾ അൽ മഫാസിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. 6-ാം ഭാഗം ആ സഹോദരി ഇത് കൃത്യമായിട്ട് ഓതി, ഒരു ബുദ്ധിമുട്ടുമില്ല. ഡോക്ടർമാരൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ, കോംപ്ലിക്കേഷൻസ് പറഞ്ഞതാണ്. സുഖപ്രസവം നടന്നു, കുഞ്ഞും സുഖമായിരിക്കുന്നു. എല്ലാ ഗർഭിണികൾക്കും അല്ലാഹു പ്രസവം എളുപ്പമാക്കി കൊടുക്കട്ടെ. പ്രസവത്തിൻ്റെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ എത്രയാണെന്ന് നമുക്കറിയാം. ഒരപകടമുണ്ടാകാതെ അല്ലാഹു കാക്കട്ടെ. സ്വാലിഹീങ്ങളായ സന്താനത്തെന്ന് അല്ലാഹു തആല എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാനിൽ നോമ്പനുഷ്ഠിക്കുന്ന അനേകം അന്യമതസ്ഥരായ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഇവരുടെ നോമ്പിൻ്റെ വിധി എന്താണ്? ഇത് ചോദിച്ചിരിക്കുന്നത് UAE-യിൽ നിന്നും ഒരു സഹോദരനാണ്. അൽഹംദുലില്ലാഹ്, ഇന്ന് നോമ്പിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് ഒരുപാട് അമുസ്ലിം സഹോദരങ്ങൾ റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്നുണ്ട്. മുസ്ലിങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, അതുപോലെ തന്നെ നോമ്പിൻ്റെ ആ മഹത്വം, അതിൻ്റെ ഗുണം, ശരീരത്തിന് അതുകൊണ്ട് കിട്ടുന്ന പ്രയോജനം മനസ്സിലാക്കിയിട്ട്, അതിൻ്റെ ശാസ്ത്രീയത, അതിൻ്റെ സയൻറ്റിഫിക് വശം മനസ്സിലാക്കിയിട്ട് നോമ്പ് പിടിക്കുന്ന ധാരാളം അമുസ്ലിം സഹോദരങ്ങളുണ്ട്. ഒരാളാണ് നമ്മുടെ മാള MLA ആയിരുന്ന ശ്രീ പ്രതാപൻ. എത്രയോ വർഷങ്ങളായി 30 നോമ്പും അദ്ദേഹം കൃത്യമായി പിടിക്കുന്നു. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളുമെല്ലാം അദ്ദേഹത്തോടൊപ്പം നോമ്പെടുക്കുന്നു. തിരുവനന്തപുരത്തൊരു ഡോക്ടറുണ്ട്, അതുപോലെ ഒരുപാട് ആളുകൾ, ഞാൻ ഒന്നും വിശദീകരിക്കുന്നില്ല, നോമ്പ് പിടിക്കുന്നുണ്ട്. അപ്പോൾ ആ നോമ്പിൻ്റെ വിധി എന്താണ്? ഇസ്ലാമിൽ ഒരു കാര്യം നിർബന്ധമാണ്, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏക ദൈവ വിശ്വാസം മനസ്സിൽ ഉറപ്പിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് മാത്രമേ പരലോകത്ത് പ്രതിഫലം കിട്ടുകയുള്ളൂ. ലോകത്ത് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവ് ഒന്നാണ്, രണ്ടാമതൊരു ദൈവമില്ല. 2 ദൈവങ്ങളെ കരുതുന്നവൻ മുസ്ലിമല്ല. ഇസ്ലാമിൻ്റെ കറകളഞ്ഞ
അടിയുറച്ച വിശ്വാസമാണ് ഏകദൈവ സിദ്ധാന്തം. ഇസ്ലാമിൻ്റെ മാത്രമല്ല എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന വിശ്വാസം സർവേശ്വരൻ ഒന്നാണെന്നാണ്. ജഗന്നാഥൻ, ഈ മഹാപ്രപഞ്ചത്തിൻ്റെ അധിപൻ ഏകമാണ്, ഏകകമാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ നയിക്കുന്നത് ഒരേ ഒരു ഏകകമായ ശക്തിയാണ്. അതെല്ലാ മതങ്ങളും ഒരുപോലെ അംഗീകരിക്കുന്ന സത്യമാണ്. അഖിലാണ്ട മണ്ഡലമണിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും. പരമപ്രകാശം, ഈ മഹാപ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പരമപ്രകാശമായ ഒരു ശക്തി, ജഗദീശ്വരൻ, സർവേശ്വരൻ, തമ്പുരാൻ, പടച്ചവൻ, യഹോവ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന മഹാശക്തി. ഈ ഒരു ശക്തിയാണ് ഈ പ്രപഞ്ചത്തെ നയിക്കുന്നതെന്ന് ലോകത്തെ എല്ലാ മതങ്ങളും വിശ്വസിക്കുന്നു. പക്ഷേ ഇസ്ലാം അല്ലാത്ത മറ്റ് മതങ്ങളെല്ലാം അതിൽ ആ ശക്തിയോടൊപ്പം മറ്റ് പലരെയും കൂട്ടിച്ചേർത്തു. അവിടെയാണ് ഇസ്ലാമിൻ്റെ വ്യത്യാസം. ഇസ്ലാമിന് ഒരേ ഒരു ശക്തി, അതാണ് അള്ളാഹു. ആ ഏക ദൈവത്തിൽ വിശ്വസിക്കുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദൈവത്തിൻ്റെ പ്രവാചകനാണെന്ന് ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളെ മുസ്ലിമാകൂ. ആ ഒരു വിശ്വാസം ഉള്ളിൽ വെച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് മാത്രമേ മരണാനന്തര ജീവിതത്തിൽ, അടിവരയിടണം, മരണാനന്തര ജീവിതത്തിൽ പ്രതിഫലം കിട്ടുകയുള്ളൂ. അതല്ലാതെ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, നോമ്പ് പിടിക്കുക, ഒരുപക്ഷെ നമസ്കരിക്കുക, അതല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ, എത്രയോ അമുസ്ലിം സഹോദരങ്ങൾ കൈ അയച്ചു കൊടുക്കുന്നവരുണ്ട്, എത്രയോ പേർ വാരിക്കോരി കൊടുക്കുന്നവരുണ്ട്. അതിനെല്ലാം പ്രതിഫലം അള്ളാഹു ഇവിടെ തന്നെ അവർക്ക് കൊടുക്കും, തലമുറകളോളം കൊടുക്കും. അവർക്കും അവരുടെ തലമുറകൾക്കും മക്കൾക്കും മക്കളുടെ മക്കൾക്കുമെല്ലാം അതിൻ്റെ ഗുണങ്ങളും പ്രയോജനങ്ങളും ലഭിക്കും. പരലോകത്ത് മരണാനന്തര ജീവിതത്തിൽ അതിന് പ്രതിഫലം കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ ഏകദൈവ വിശ്വാസം ഉള്ളിലുണ്ടാവണം. എല്ലാവർക്കും തമ്പുരാൻ നല്ല വിശ്വാസം, നല്ല കാര്യങ്ങൾ, സൽക്കർമ്മങ്ങൾ ഒക്കെ അനുഷ്ഠിക്കാൻ തൗഫീഖ് കൊടുക്കട്ടെ എന്ന്, അവസരം കൊടുക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും ഈ പരിശുദ്ധ റമളാനിൽ പ്രാർത്ഥിക്കാം. ബ്രഷും പേസ്റ്റും ഉപയോഗിച്ച് നോമ്പിന് പല്ലു തേച്ചാൽ നോമ്പ് മുറിഞ്ഞു പോകുമോ? ചോദിച്ചിരിക്കുന്നത് ഖദീജയാണ്, വയനാട് നിന്നും. നോമ്പ് കാലത്ത് എനിക്കറിയാവുന്ന പല ഉസ്താദന്മാരും പേസ്റ്റ് ഉപയോഗിക്കാറില്ല. ബ്രഷ് കൊണ്ടോ അറാക്ക് കൊണ്ടോ വായ വൃത്തിയാക്കിയാണ് അവരൊക്കെ ചെയ്യുന്നത്. പലതവണ വായ തേക്കുമ്പോൾ പിന്നെ ദുർഗന്ധമൊന്നും ഉണ്ടാവില്ല. കാരണം പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അംശങ്ങൾ ഉള്ളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, ഭയന്നിട്ടാണത്. സൂക്ഷിക്കുകയാണെങ്കിൽ നല്ലതാണെന്നേ പറയാനുള്ളൂ. ഞാൻ ബ്രഷ് ചെയ്യുന്നത് പേസ്റ്റ് ഉപയോഗിച്ച് തന്നെയാണ്. കാരണം അപ്പോഴേ നമുക്കൊരു തൃപ്തിയാവും. വായ വൃത്തിയായി എന്നൊരു തൃപ്തി വരണമെങ്കിൽ പേസ്റ്റ് ഉപയോഗിക്കണം. അതുകൊണ്ട് പേസ്റ്റ് ഉപയോഗിക്കാറുണ്ട്, പരമാവധി സൂക്ഷിക്കാറുണ്ട്. സൂക്ഷിച്ച് ചെയ്യുക. പിന്നെ അള്ളാഹു കരുണാവാരിധിയാണ്, ശ്രദ്ധ വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരല്പം പേസ്റ്റിൻ്റെ ഒരംശം ഉള്ളിലേക്ക് പോയി ഉടനെ പിടിച്ചങ്ങ് ശിക്ഷിക്കുമെന്നൊന്നും ആരും വിചാരിക്കേണ്ട. തമ്പുരാൻ ഏറെ കരുണാവാരിധിയാണ്. സൂക്ഷിക്കുക, സൂക്ഷിച്ച് ചെയ്താൽ കുഴപ്പമില്ല. റമളാൻ മാസത്തിൽ ചെയ്യുന്ന സക്കാത്ത്, മറ്റു ദാനധർമ്മങ്ങൾ എന്നിവ ജാതിമത ഭേദമന്യേ ചെയ്യുന്നതിൽ എന്തെങ്കിലും അപാകതയുണ്ടോ ഉസ്താദെ? ഇത് ചോദിച്ചിരിക്കുന്നത് എസ്.എ. മുഹമ്മദ് യൂസുഫാണ്. പരിശുദ്ധ ഇസ്ലാം ദാനധർമ്മങ്ങളെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്നു. ഇസ്ലാമിലെ ഒന്നാമത്തെ ദാനമാണ് സക്കാത്ത്. നിർബന്ധമാണത്. സമ്പത്തുള്ളവരെല്ലാം അതിൻ്റെ 2.5% പാവങ്ങൾക്ക് കൊടുത്തേ പറ്റൂ. 1,00,000 രൂപ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ 97,500 രൂപയ്ക്ക് മാത്രമേ എനിക്ക് അവകാശമുള്ളൂ. ഞാൻ എത്ര കഷ്ടപ്പെട്ട് സമ്പാദിച്ചതാണെങ്കിലും ശരി, 2,500 രൂപ അതിൽ പാവങ്ങളുടെ അവകാശമാണ്. അത് നിഷേധിച്ചാൽ എൻ്റെ ഈ 1,00,000 രൂപയും അള്ളാഹുവിന് വെറുക്കപ്പെട്ട മുതലാണ്. ആ മുതൽ കൊണ്ട് നാശമല്ലാതെ ഗുണമൊന്നും ഉണ്ടാവില്ല. മറിച്ച് ആ 2,500 രൂപ അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞ് പാവങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ 97,500 രൂപയും സംശുദ്ധമാണ്, നല്ല മുതലാണ്. അത് കൊടുത്ത് കുട്ടികളെ വളർത്തിയാൽ കുട്ടികൾ നന്നാകും. അതുകൊണ്ട് ബിസിനസ് ചെയ്താൽ ബിസിനസ്സിൽ ലാഭം ഉണ്ടാകും. ഇതൊക്കെ അള്ളാഹുവും റസൂലും പഠിപ്പിക്കുന്നു. അപ്പോൾ 2.5% ഉദാഹരണത്തിന് പറഞ്ഞതാണ്. നിർബന്ധ ദാനം സക്കാത്ത് പണമുള്ള ഓരോ മുസൽമാനും നിർബന്ധമാണ്, ഒരു വിട്ടുവീഴ്ചയുമില്ല. അതാരെങ്കിലും കൊടുക്കാതിരുന്നാൽ
ഈ സക്കാത്തിൻ്റെ മുതൽ 2500 രൂപ എക്സാമ്പിൾ നാളെ പരലോകത്ത് വലിയ സർപ്പമായി നരകത്തിൽ വന്നവനെ ആഞ്ഞു കൊത്തുമെന്ന് മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചു. ഈ പണത്തെ സർപ്പമാക്കി അള്ളാഹു രൂപാന്തരപ്പെടുത്തും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ഒന്നാമത്തെ ദാനം സക്കാത്ത്, രണ്ടാമത്തേത് സ്വതക്ക. ഈ സക്കാത്ത് കൊടുക്കാൻ 8 വിഭാഗത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നിശ്ചയിച്ചിട്ടുണ്ട്. ആ 8-ൽ 7 മുസ്ലിമീങ്ങളാണ്, 1 അമുസ്ലിമീങ്ങളും അതിൻ്റെ അകത്ത് പെടും. വിശദമായി പറയാനുള്ള സന്ദർഭമല്ലിത്. അത് മനസ്സിലാക്കി സക്കാത്തിൻ്റെ സ്വത്ത് അവർക്ക് തന്നെ കൊടുക്കുക. അള്ളാഹു എടുത്തു പറഞ്ഞ 8 വിഭാഗം, അതിൽ അവസാനത്തെ വിഭാഗത്തിൽ അമുസ്ലിം സഹോദരങ്ങളും പെടുന്നുണ്ട്. സക്കാത്ത് അങ്ങനെ കൊടുക്കുക. സ്വതക്ക എന്ന് പറഞ്ഞാൽ ദാനം അല്ലെങ്കിൽ ധർമ്മം. ധർമ്മം തലയിക്കാക്കുമെന്ന് എല്ലാ മതങ്ങളും ലോകത്ത് പഠിപ്പിച്ച ഒരു തത്വമാണ്. എല്ലാ ഭാഷകളിലും ഉള്ള ഒരു ആപ്തവാക്യമാണ്. അതിനാരും എതിർത്തിട്ടില്ല. ഈ ധർമ്മം സദഖ എന്ന് പറയുന്നത് ഇത്ര നിശ്ചിതമല്ല. എൻ്റെ മനസ്സനുസരിച്ച് ഞാൻ പാവങ്ങൾക്ക് കൊടുക്കുന്നു. എനിക്ക് തമ്പുരാൻ തന്ന സമ്പത്തിൽ നിന്ന് ഒരു ഓഹരി പാവങ്ങൾക്ക് ഞാൻ കൊടുക്കുന്നു. ഇത് മുസ്ലിമിനും കൊടുക്കാം, അമുസ്ലിമിനും കൊടുക്കാം, അർഹതയുള്ള ആർക്കും കൊടുക്കാം. വിശക്കുന്ന, ദാഹിക്കുന്ന, വീടില്ലാത്ത, ചികിത്സയ്ക്ക് പണമില്ലാത്ത, വിവാഹത്തിന് നിവൃത്തിയില്ലാത്ത ആർക്കും ജാതി മതഭേദമന്യേ മനുഷ്യനായ ആർക്കും കൊടുക്കാമെന്ന് മഹാനായ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ 1 സക്കാത്ത് 8 വിഭാഗത്തിന് കൊടുക്കുക, അവസാന വിഭാഗത്തിൽ അമുസ്ലിങ്ങളുണ്ട്. 2 സ്വതക്ക ദാനധർമ്മം, അതെല്ലാവർക്കും കൊടുക്കാം, മനുഷ്യരായി പിറന്ന അർഹതയുള്ള ആർക്കും കൊടുക്കാം. 3 ഹിബത്ത് സമ്മാനം, ഉപഹാരം. നാം ഒരു വീട്ടിൽ കയറി ചെല്ലുന്നു, അല്പം ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ ഒരാളെ കാണാൻ പോകുന്നു, എന്തെങ്കിലും ഒരു സമ്മാനം വാങ്ങിക്കൊണ്ട് പോകുന്നു. കുട്ടികളുള്ള വീട്ടിൽ ചെല്ലുമ്പോൾ അവർ കുറച്ച് ചോക്ലേറ്റ് മേടിച്ചുകൊണ്ട് പോകുന്നു, ഹിബത്ത് എന്ന് പറയും. ഇങ്ങനെ 3 വിഭാഗമാണ് ഇസ്ലാമിലെ ദാനധർമ്മങ്ങൾ. ഈ സമ്മാനവും ആർക്കും കൊടുക്കാം, അതിൽ ജാതിയോ മതമോ ഒന്നുമില്ല. സ്നേഹിക്കുന്ന, സ്നേഹിക്കപ്പെടുന്ന ആർക്കും കൊടുക്കാവുന്നതാണ്. ഇങ്ങനെയാണ് ഇസ്ലാം സാമ്പത്തിക രംഗത്ത് ദാനധർമ്മങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നന്നായി തമ്പുരാൻ നമുക്ക് തന്നതിൻ്റെ ഒരു ഓഹരി എല്ലാവർക്കും കൊടുക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കുറ്റിപ്പുറം, കരുനാഗപ്പള്ളി, ഇടപ്പള്ളി ആൻഡ് ഇടപ്പാൾ. ചീഫ് ഫിസിഷ്യനും മർമ്മ കൈറോ വിദഗ്ധനുമായ ഡോക്ടർ ഷഫി താഷ്കന്റ് BAMSന്റെ നേതൃത്വത്തിൽ ഡയബറ്റിക്, മർമ്മ ആൻഡ് പഞ്ചകർമ്മ ക്ലിനിക്. ഇവിടെ അസ്ഥി മർമ്മക്ഷതങ്ങൾ, പ്രമേഹം, അനുബന്ധ രോഗങ്ങൾ, സോറിയാസിസ്, കരൾ രോഗങ്ങൾ, അർബുദം, ആസ്മ, അലർജി, ലഹരി ഉപയോഗം, വന്ധ്യത തുടങ്ങിയ രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സ. മുൻകൂട്ടി ബുക്കിംഗിന് 9895023551. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി, കൊച്ചി ശാഖകളിൽ ആയുർ ഓർത്തോ സർജൻ ഡോക്ടർ സച്ചിൻ എസ് താഷ്കന്റ് BAMS MSന്റെ നേതൃത്വത്തിൽ ഇനോറെക്ടൽ, ഓർത്തോ ആൻഡ് സ്പോർട്സ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ അസ്ഥി നട്ടല് രോഗങ്ങൾ, ഡിസ്ക് തള്ളൽ, ഫ്രാക്ചർ ആൻഡ് ഡിസ്ലൊക്കേഷൻ, കായിക താരങ്ങളുടെ ലിഗമെന്റുകൾക്കും മസിലുകൾക്കും ഉണ്ടാകുന്ന ക്ഷതങ്ങൾ, ടീറുകൾ, വെരിക്കോസ് വെയിൻ, പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ, ഡയബറ്റിക്, അൾസർ തുടങ്ങിയ രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സ. മുൻകൂട്ടി ബുക്കിംഗിന് 9895023551. അൽഹംദുലില്ലാഹ്, കൊറോണ മൂലം മുടങ്ങിപ്പോയ നമ്മുടെ ഈ മഹത്തായ പ്രോഗ്രാം വീണ്ടും പുനരാരംഭിക്കാൻ തൗഫീഖ് തന്ന അള്ളാഹുവിനാകുന്ന സർവസ്തുതിയും. നമ്മുടെ ഈ പ്രോഗ്രാം വലിയൊരു തുക മുടക്കി സ്പോൺസർ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പ്രകൃതി ഹോസ്പിറ്റലാണ്. കരുനാഗപ്പള്ളിയിലും പത്തനാപുരത്തും കൊച്ചി ഇടപ്പള്ളിയിലും മലപ്പുറത്ത് ഇടപ്പാളിലും പ്രവർത്തിക്കുന്ന ബ്രാഞ്ചുകളുള്ള മഹത്തായ സ്ഥാപനം. വർഷങ്ങളായി ചികിത്സയുടെ പാരമ്പര്യമുള്ള സ്ഥാപനം. അൽഹംദുലില്ലാഹ്, ഡോക്ടർ ഷഫി, ഡോക്ടർ സച്ചിൻ എന്നിവരുടെ വളരെ ചിരപരിചിതമായ സേവനം, കൺസൾട്ടിംഗ്, ഒരുപാട് രോഗികൾക്കും രോഗങ്ങൾക്കും പരിഹാരം. നമുക്കറിയാം, രോഗങ്ങൾക്ക് ശിഫ തരുന്നത് അള്ളാഹുവാണ്. അള്ളാഹു ഡോക്ടർ ഷഫിയിലൂടെ, ഡോക്ടർ സച്ചിനിലൂടെ
നിങ്ങൾക്കെല്ലാവർക്കും പരിഹാരം, രോഗശമനം തരാൻ വിനീതനായ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെയും ദുആക്കൾ ഉണ്ടാകണം. കാരണം അവരുടെ ഒരു വലിയ സഹായം കൊണ്ടാണ് അൽ മഫാസ് വീണ്ടും നിങ്ങളിലേക്ക് എത്തുന്നത്. ജീവൻ ടി വി പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രോഗ്രാമായിരുന്നു, 10,000 കണ്ടിരുന്ന പ്രോഗ്രാം. എവിടെ ചെന്നാലും അത് മുടങ്ങിപ്പോയതിൽ ആൾക്കാർ സങ്കടം പറയാറുണ്ട്. അത് വീണ്ടും തുടങ്ങാൻ സഹായിക്കുന്ന ഈ സ്ഥാപനത്തെ അള്ളാഹു സഹായിക്കട്ടെ. നിങ്ങൾ എന്തായാലും രോഗം വന്നാൽ നമ്മൾ ചികിത്സിക്കണം. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലിൽ ചെന്ന് ചികിത്സ തേടി നിങ്ങൾക്ക് രോഗശമനം ഉണ്ടാകട്ടെ എന്ന് അള്ളാഹുവിനോട് ഞാൻ പ്രത്യേകം ദുആ ചെയ്യുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ഈ പ്രോഗ്രാം പഴയതുപോലെ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 9 മുതൽ 9:30 വരെ, എല്ലാ വെള്ളിയാഴ്ചയും അതേ ദിവസം പ്രോഗ്രാം നടക്കുന്ന ദിവസം തന്നെ രാത്രി 11:30 മുതൽ 12 വരെ, വീണ്ടും അടുത്ത എല്ലാ ബുധനാഴ്ചയും രാത്രി 10:30 മുതൽ 11 വരെ, ഇങ്ങനെ ഒരേ പ്രോഗ്രാം 3 തവണ ടെലികാസ്റ്റിംഗ് ഉണ്ടാകും. ഒന്നുകൂടി, വെള്ളിയാഴ്ച 9, 9:30, അതേ രാത്രി 11:30 to 12, ബുധനാഴ്ച 10:30 മുതൽ 11 വരെ. ഒരു സമയത്ത് കാണാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത സമയത്ത് കാണാം. പ്രത്യേകിച്ച് ഗൾഫുകാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് രാത്രിയിൽ ഈ സംവിധാനം ചെയ്തിരിക്കുന്നത്. എല്ലാവരും കാണണം, എല്ലാവരും ദുആ ചെയ്യണം. ഈ പ്രോഗ്രാമിൻ്റെ നടത്തിപ്പുകാർക്കും പ്രകൃതി ഹോസ്പിറ്റലിന് വേണ്ടിയും സാധുവായ എനിക്ക് വേണ്ടിയും ഒക്കെ നിങ്ങളുടെ ദുആക്കൾ ഉണ്ടാകണം. അള്ളാഹു ഇതിൻ്റെ പ്രേക്ഷകരെ, പ്രവർത്തകരെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ എഴുതുക. അൽ മഫാസ്, ഹൗസ് നമ്പർ 10, പൂന്തുറ PO, തിരുവനന്തപുരം 26. ഇൻഷാ അല്ലാഹ്, അള്ളാഹു വേണ്ടുക വെച്ച് അടുത്ത വെള്ളിയാഴ്ച ഇതേ സമയത്ത് നമുക്ക് വീണ്ടും ജീവനിലൂടെ കണ്ടുമുട്ടാം. അർശിന്റെ നാഥ അല്ലാഹു, ഖുർസിന്റെ നാഥ അല്ലാഹു, സർവചരാചര രക്ഷകനാ യാതുൽ ജലാലി കനിവേകണേ. അർശിന്റെ നാഥ അല്ലാഹു, ഖുർസിന്റെ നാഥ അല്ലാഹു. അൽ മഫാസ് ദി ആൻസർ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കുറ്റിപ്പുറം, കരുനാഗപ്പള്ളി, കൊച്ചി, ഇടപ്പള്ളി, മലപ്പുറം, ഇടപ്പാൾ.